നമസ്കാരം. വറി ഫ്രീ റിട്ടയർമെന്റ് ഹബിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ വിഷയം, എന്തിന് ഒരു ഇൻഷുറൻസ് പോളിസി ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ ക്ലോസ് ചെയ്യണം. പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്, എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാൽ അല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ അപ്പം തന്നെ മറ്റ് എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ പോലും അതൊന്നും കട്ട് ചെയ്യാതെ നേരെ ചിന്തിക്കുന്നത് ആ ഇൻഷുറൻസ് പോളിസി ഇനി ഞാൻ അടയ്ക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ അത് വിഡ്രോ ചെയ്യുവാണ്. ഇങ്ങനെ ഒരു ചിന്താഗതിയാണ് ആളുകൾക്ക്. എന്തുകൊണ്ട് എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് വ്യക്തമായ അറിവില്ലായ്മ തന്നെയാണെന്ന് ഞാൻ പറയും. എന്തിനാണ് ഇപ്പോൾ ചില ആളുകൾ പറയുന്നേക്കാം, മകളുടെ ഡെലിവറി എടുത്തു, അല്ലെങ്കിൽ മകളുടെ കല്യാണമാണ്, ഞാൻ ഇനി പോളിസി അടയ്ക്കുന്നില്ല കേട്ടോ, ഈ കുറച്ച് ടൈറ്റാണ്. ഈ എന്ത് ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാലും നിർത്താൻ പറ്റുന്ന ഒന്നാണ്, അല്ലെങ്കിൽ നിർത്തി കളയാവുന്ന ഒന്നാണ് ഇൻഷുറൻസ് സ്കീം എന്നാണ് പലരും ചിന്തിച്ചു വച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ പറയുന്നു, എന്തൊക്കെ ക്രൈസിസ് വന്നാലും ബാക്കി എന്തൊക്കെ നിങ്ങൾ അവോയ്ഡ് ചെയ്താലും ഇൻഷുറൻസ് പോളിസി ഒരിക്കലും നിർത്തലാക്കരുത്. അത് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. കാരണം ഒരു റിസ്ക് കവറേജ് ഉള്ളത് അതിൽ മാത്രമാണ്. അപ്പം നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കുന്നത് വെറുതെ ഒരു ഇൻഷുറൻസ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി മാത്രമല്ല, അതൊരു റിസ്ക് കവറേജ് പ്ലാൻ കൂടെയാണ്. അപ്പോൾ LIC പോലുള്ള ലൈഫ് ഇൻഷുറൻസ് പോളിസികൾ എടുത്താൽ അതിൽ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മുടെ റിസ്ക് കവറേജാണ്. അതിനെ നമ്മൾ ഇല്ലാതെ ആക്കുക എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ കുടുംബത്തിനോടുള്ള ഉത്തരവാദിത്തം ഇല്ലാത്തതുപോലെയാണ്. കാരണം നമ്മൾക്ക് ഇൻ കേസ് നമ്മൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുടുംബത്തിന് കിട്ടേണ്ട തുകയാണ് നമ്മൾ ഇത്തരം പ്രവൃത്തികളിലൂടെ ഇല്ലായ്മ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ഫിനാൻഷ്യൽ ടൈറ്റ് വന്നു കഴിഞ്ഞാൽ മറ്റുള്ള എക്സ്പെൻസുകൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക, കുറയ്ക്കേണ്ടത് കുറയ്ക്കുക, എങ്ങനെയെങ്കിലും ഈ പോളിസി കണ്ടിന്യൂ ചെയ്യാനായിട്ട് ശ്രമിക്കണം. അതല്ലെങ്കിൽ നമുക്ക് ബെനിഫിറ്റ് നേടാനും നാളെ നമ്മളില്ലാതെ ആയാലും നമ്മുടെ കുടുംബത്തിന് ബുദ്ധിമുട്ടിൽ ഉണ്ടാവാനും സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഒരു ഇൻഷുറൻസ് പോളിസി എടുത്താൽ അത് കണ്ടിന്യൂ ചെയ്തതല്ല, നമ്മൾ അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചു പോകുമ്പോൾ 2 വർഷം അടച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രീ അപ്രൂവ്ഡ് ലോൺ നമുക്ക് വേണ്ടി സെറ്റ് ആവുന്നുണ്ട്. അത് പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഈ പ്രീ അപ്രൂവ്ഡ് ലോൺ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ പോളിസി കണ്ടിന്യൂ ചെയ്യാം. ഇപ്പോൾ ഈ മാസം നമുക്കൊരു ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഒരു ഇയർലി പ്രീമിയം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഹാഫ് ഇയർലി പ്രീമിയം ആയിക്കോട്ടെ, നമ്മൾ അടയ്ക്കേണ്ടതാണ്. അത് ചിലപ്പോൾ ഒരു വലിയ തുകയായിരിക്കും. നമ്മളിപ്പോൾ ഒരു 4-5 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഒരു തുക സെറ്റായിട്ടുണ്ടാവും, പ്രീ അപ്രൂവ്ഡ് ലോൺ എന്ന രീതിയിൽ. അപ്പോൾ ഈ മാസം അല്ലെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ പോളിസി അടയ്ക്കാനുള്ള ഇൻസ്റ്റാൾമെൻറ്റിന് നമ്മൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ അതിൽ നിന്നും ആ ഇൻസ്റ്റാൾമെൻറ്റിന് മാത്രമായിട്ടാണെങ്കിലും നമുക്ക് ലോൺ എടുത്തിട്ട് അത് അടയ്ക്കാവുന്നതാണ്. നിസ്സാരമായി ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഒരു റിക്വസ്റ്റ് കൊടുത്താൽ മതി, ഈ മാസത്തെ പോളിസിയുടെ ഇൻസ്റ്റാൾമെൻറ്റ് എനിക്ക് ഇങ്ങനെ ലോണായിട്ട് തരണം. അതിൽ നിന്ന് ആ ലോൺ, ആ പ്രീ അപ്രൂവ്ഡ് ലോണിൽ നിന്നും ആ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് പ്രീമിയം മാത്രമായിട്ട് ലോണായിട്ട് കൺവേർട്ട് ചെയ്ത് അത് നമ്മുടെ സ്കീമിലേക്ക് അത് കണ്ടിന്യൂ ചെയ്ത് പോവുകയും ചെയ്യും. നമുക്ക് നമ്മുടെ സ്കീം ഒരിക്കലും നിർത്താതെ, നമ്മുടെ റിസ്ക് കവറേജ് നഷ്ടപ്പെടുത്താതെ, നാളെ നമ്മുടെ ഭാവിയിൽ നമുക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് ഇല്ലായ്മ ചെയ്യാതെ തന്നെ ആ സ്കീം നമുക്ക് തുടരാനായിട്ട് സാധിക്കുന്നതാണ്. ഇങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകൾ നമുക്ക് ഇൻഷുറൻസ് പോളിസിയിലുണ്ട്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. ഡിസേബിൾമെൻറ്റ് ബെനിഫിറ്റ്, ഡെത്ത് ബെനിഫിറ്റ്, അങ്ങനെ ഒരുപാട് ബെനിഫിറ്റുകളെ കുറിച്ച്. അപ്പോൾ അത് അറിയില്ലാത്തവർ പഴയ എപ്പിസോഡൊക്കെ ഒന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള ഒരു പോളിസിയുടെ ബെനിഫിറ്റ് അല്ലെങ്കിൽ ഇൻഷുറൻസ് ബെനിഫിറ്റ് നഷ്ടപ്പെടുത്താതെ, മറ്റ് എന്തെല്ലാം ക്രൈസിസ് വന്നാലും, ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നാലും ഈ ബെനിഫിറ്റ് നഷ്ടപ്പെടുത്താതെ, നമ്മുടെ കുടുംബത്തിനുള്ള സുരക്ഷ നഷ്ടപ്പെടുത്താതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ക്രൈസിസ് ഒന്നും വരാതിരിക്കട്ടെ, എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ, നിങ്ങൾക്ക് കിട്ടാവുന്ന ബെനിഫിറ്റുകളെല്ലാം ആസ്വദിക്കാനും ആഘോഷിക്കാനും അവസരം ഉണ്ടാകട്ടെ. അടുത്ത ഒരു എപ്പിസോഡുമായി കാണും വരെ താങ്ക് യു, ബൈ ബൈ.